ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ ഹ്യൂമണിലേക്ക് മാറുന്ന ഒരു ടൈമാണ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും ഒക്കെ വന്ന ടൈം പീരീഡിൽ വന്ന, ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടെക്നോളജി 1950 കാലഘട്ടത്തിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഈ നാനോ ടെക്നോളജി. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ എവല്യൂഷനിൽ വലിയൊരു ഹൈക്ക് ചെയ്യാൻ പോകുന്ന സാധനമാണ്. ഓക്കെ, അതായത് ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്ങിനൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക് പോലുള്ള, ഇല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്ന് നമ്മുടെ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് കൊണ്ടിട്ട് അവരുടെ ലൈഫ് തന്നെ ഇല്ലാതാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ ബയോണിക് ഹാൻഡ് എടുക്കുക, കൈ ഇല്ലാത്തവർക്ക് റോബോട്ടിക് കൈ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ എടുക്കാനായിട്ടുള്ള കമാൻഡ് നമ്മുടെ ബ്രെയിൻ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് എക്സോസ്കെലിട്ടൺ ഇല്ലേ? അതെ അതെ, നമ്മുടെ ടോം ക്രൂസിന്റെ എഡ്ജ് ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ മൂവിയിലുണ്ട്. അതായത് സിനിമകളാണ് ശരിക്കും ടെക്നോളജീനെ ഇൻസ്പിറേഷൻ, അതായത് ഇമാജിനേഷൻ ആണ് ഫ്യൂച്ചറിലെ ടെക്നോളജി. ഇപ്പം നമ്മുടെ ജാർവിസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ അയൺമാനിലെ പല AI റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പൊ മെറ്റ തന്നെ പല പ്രൊഡക്ട്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ല. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഫുൾ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 20% താഴെ ഇന്ന് ഡെവലപ്പ് ആയിട്ടുള്ളൂ. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി ശരിക്കും ബൂമായത് 1995 ടൈം പീരീഡിലൊക്കെ റോബോട്ടിക്സ് വന്നിരുന്നു. പക്ഷെ അത് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആണ് വന്നത്. പക്ഷെ 2016 തൊട്ടിട്ടുള്ള ഒരു വർക്കാണ് ശരിക്കും ഈ ഒരു AI ലോകത്തിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തത്. അതെ, AI ഒരു 5-10 കൊല്ലത്തിന്റെ ഉള്ളിലാണ് ഇത്രയും ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടൊന്ന് വളർന്നത്. ഞാനും ഈ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. റീസെന്റ് ഒരു 3-4 കൊല്ലത്തിന്റെ ഉള്ളിലാണ് ഇത്രക്കും വലിയൊരു ഗ്രോത്ത് AIയിൽ വന്നത്. ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ട്, നമ്മുടെ ChatGPTന്റെ സോറ എന്ന് പറഞ്ഞ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അതില് ഏകദേശം ഒരു ഡയറക്ടർ ഇല്ലാണ്ട് ജസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് അത്രക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഇതിപ്പോ ആക്ച്വലി എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2016 ടൈം പീരീഡിലാണ് ഈ OpenAI എന്ന് പറയുന്ന കമ്പനി ഫൗണ്ട് ചെയ്യുന്നത്. OpenAI മീൻസ് അവര് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ടെക്നോളജി റിസോഴ്സസ് എത്തിക്കുക എന്നുള്ളൊരു വിഷനിലാണ് ഫൗണ്ട് ചെയ്തത്. പക്ഷെ ഇതിന്റെ ഫൗണ്ടിങ് മെമ്പറിൽ ഇന്ന് പലപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യം, എലോൺ മസ്ക് ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയാണ് അദ്ദേഹം പുറത്തു പോയത്. അപ്പൊ ഇവര് ശരിക്കും ഈ ഒരു AI റെവല്യൂഷനെ പുഷ് ചെയ്തെന്ന് പറഞ്ഞാൽ OpenAI ആണ്. അപ്പൊ ഈ 2020 കോവിഡ് ടൈം പീരീഡിലാണ് നമ്മുടെ ഈ ChatGPTയുടെ ഒക്കെ ഫസ്റ്റ് വേർഷൻ ടെസ്റ്റിംഗ് നടന്നത്. അതിനുശേഷം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഓഫ് മേഖലകളുണ്ട്. ഒരുപാട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വൈഡ് ആയിട്ട് മേഖലകൾ കിടക്കുകയാണ്. അതിന്റെ ഒന്നാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്തിനെ മുഴുവനും എൻറ്റയർലി മാറ്റിയൊരു ടെക്നോളജിയാണ് ഈ ജനറേറ്റീവ് AI. അതായത് ChatGPT, OpenAI അവർ ഫസ്റ്റ് പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ChatGPT. ChatGPT എന്ന് വെച്ചാൽ വളരെ ബൾക്ക് ടോക്കൺസ് ഡേറ്റ അവരുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മുടെ പ്രോംപ്റ്റ് ഒരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ കമാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുമോ അതേ രീതിയിലുള്ള ആൻസേഴ്സ് തരിക എന്നുള്ളതാണ് ChatGPTയുടെ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കുറെ പേര് അത് അവരുടെ ഓഫീസിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വരെ യൂസ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കിപ്പോ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നു. പക്ഷെ നമുക്ക് ടു ദ പോയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ ChatGPTയിൽ ജസ്റ്റ് ഒരു 10 വേർഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കിട്ടും. അത് വളരെ ടൈം സേവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു പലർക്കും അറിയാത്തത്, ഈ ഒരു ജനറേറ്റീവ് AI ChatGPTയുടെ ഇമ്പാക്ട് മാത്രം 30 മില്യൺ ജോബുകളാണ് ഡയറക്ട്ലി റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം 30 മില്യൺ ജോബുകളാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. കാരണം ഈ GPT വന്നപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നവരുണ്ട് പലരും, ജോബ് പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റുകളാണ് തരുന്നത്. ഓക്കെ, അതായത് എനിക്ക് ജസ്റ്റ് ഒരു കമാൻഡ് ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് എന്താ പറയാ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ലെറ്റർ ടൈപ്പിംഗ് മുതൽ ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ്, അതെ കോപ്പി റൈറ്റിംഗ് ഒക്കെ മൊത്തത്തിൽ എൻറ്റയർലി ഇല്ലാതാവാനായിട്ട് പോവാണ്, ഇല്ലെങ്കിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.